ശക്തമായ മഴയിൽ റോഡ് ചെളിക്കുണ്ടായി മാറിയതോടെ കാൽനടയായി പോലും കടന്നുപോകാൻ കഴിയാതെ യാത്രാ ദുരിതം അനുഭവിക്കുകയാണ് ചിന്നക്കനാൽ 301 ഉന്നതിയിലെ ആദിവാസി കുടുംബങ്ങൾ. ആദിവാസി കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ച് 2 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും അടിസ്ഥാന വികസനമായ റോഡ് പോലും ഇവർക്ക് അന്യമാണ്. വർഷങ്ങളായി യാത്രാ ദുരിതം അനുഭവിക്കുമ്പോഴും അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. മഴ പെയ്താൽ പിന്നെ 301 ആദിവാസി കുടുംബങ്ങൾക്ക് പുറലോകത്തേക്ക് എത്തണമെങ്കിൽ ഒരു മാർഗവുമില്ലാത്ത അവസ്ഥയാണ്. ചെളിക്കുണ്ടായി മാറിയ റോഡിലൂടെ ആകെ എത്തുന്നത് 4 വീൽ ജീപ്പ് മാത്രം. ഇവരും ഇവിടേക്ക് പോകാൻ മടിക്കും. കാരണം ഓട്ടം പോയാൽ കിട്ടുന്ന പണം വണ്ടിക്ക് അറ്റകുറ്റപ്പണികൾക്ക് പോലും തികയില്ലെന്നാണ് ഡ്രൈവർമാർ പറയുന്നത്. കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതും ഈ ചെളിക്കുണ്ട് താണ്ടിയാണ്. ഈ ദുരിതയാത്രയ്ക്ക് 1-2 2 പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. എന്നിട്ടും പരിഹാരം കാണാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടുമില്ല. പഞ്ചായത്ത് മെമ്പർ മുതൽ ജില്ലാ കളക്ടർ വരെ ഇവിടെ നേരിട്ടെത്തി സന്ദർശനം നടത്തി മടങ്ങി. എന്നിട്ടും 301 യാത്രാ ദുരിതത്തിന് പരിഹാരമെന്നത് പ്രഖ്യാപനങ്ങളിൽ മാത്രമാണ്. 2002 സിംഗകണ്ഠം 301 വെച്ച് സർക്കാർ ഞങ്ങൾക്ക് 1 ഏക്കർ ഭൂമി പട്ടായം നൽകി. പക്ഷെ ഇവിടുത്തെ വികസനങ്ങളൊന്നും നടക്കുന്നില്ല. ഇവിടത്തെ കോളനിയിലകത്തെ ഉദ്യോഗസ്ഥന്മാരെല്ലാം മറന്നുകൊണ്ട് കാണുന്നുണ്ട്. ഞങ്ങൾക്ക് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പക്ഷെ ഇരുന്നിട്ട് കാര്യമില്ല. പക്ഷെ അവര് നന്നായാൽ ഞങ്ങളും നന്നായ പോലെ അവര് ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല. MP വരുന്നുണ്ട്, MLA വരുന്നുണ്ട്, കലക്ടർ വരുന്നുണ്ട്, വന്ന് എല്ലാം കാണുന്നുണ്ട്. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇതുവരെ നടപ്പിലാകുന്നില്ല. അവർ നടപ്പിലാക്കി തരുന്നില്ല. രാത്രികാലത്ത് ആശുപത്രി ആവശ്യമുണ്ടായാൽ പോലും വാഹനങ്ങളെത്താത്ത അവസ്ഥയാണ്. ചിന്നക്കനാൽ സിംഗകണ്ഠത്തു നിന്നും ഉന്നതിയിലേക്കുള്ള റോഡ് തുടങ്ങുന്നത് മുതൽ മൺ റോഡാണ്. ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ റോഡ് കുത്തിയൊലിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. മഴ മാറുമ്പോൾ വാഹനമെത്തിക്കാൻ ഇവർ തന്നെ മണ്ണിട്ട് കുഴികൾ നികത്തും. എങ്കിലും അടുത്ത മഴയെത്തുന്നതോടെ ഇവിടെ വീണ്ടും മണ്ണ് ഒലിച്ചുപോയി കുളമായി മാറും. കാലങ്ങളായി നിലനിൽക്കുന്ന യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് ആദിവാസി കുടുംബങ്ങളുടെ ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, ചിന്നക്കനാൽ.